വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളത് ബാംഗ്ലൂരിലേക്ക് പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ രജിസ്ട്രേഷനാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. വൈകിട്ട് തന്നെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. കുഴപ്പമില്ല, സീറ്റ് കിട്ടി. മണ്ടയ്ക്കായിരുന്നു. എനിവേ, അവിടുന്ന് രാത്രിയിലെ ഫുഡാണ് കേട്ടോ ഇത്. ഇതും കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ നമ്മുടെ സ്വന്തം മജസ്റ്റിക്കിലെത്തി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ്. ഒരു കട തപ്പി പിടിച്ച് വടയും സാമ്പാറും വിത്ത് ചായ. ആഹാ, കൊള്ളായിരുന്നു കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്. എനിവേ, ബട്ട് അവസാനം നമ്മൾ എന്നിട്ട് നമ്മളെ നേഴ്സിംഗ് കൗൺസിൽ കണ്ടുപിടിച്ചു. ചെന്ന് കയറിയപ്പോൾ അതാ ഊട്ടക്കത്തെ ആൾക്കാർ എന്നെ തിരക്കാരെന്ന് അറിയോ. അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒപ്പിപ്പിടിച്ച് സംഭവം കിട്ടി. അതും കഴിഞ്ഞ് നേരെ ഇറങ്ങി ഉച്ചക്കത്തെ ഫുഡ് അടിച്ച് ഫ്രൈഡ് റൈസ്. പക്ഷെ നല്ല സ്പൈസി ആയിരുന്നു. അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ സമയം കളയാൻ വേണ്ടി സ്ഥലം നോക്കിയപ്പോൾ ലുലുമാൾ അടുത്ത് കാണുന്നത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ലുലുമണി കയറി അവിടെ ഒന്ന് കറങ്ങി. ഓക്കെ, നേരെ ചെന്നു നമ്മുടെ സ്വന്തം സ്ഥലം ടോയ് സെക്ഷൻ. ആഹാ, പൊളി. ആ വൺ പീസും അവഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പിസ്സ അടിച്ചു. പിസ്സയും കഴിച്ച് നേരെ പിള്ളേരുടെ അല്ല, നമ്മുടെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ നമ്മളെല്ലാം നോക്കിയെന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ പോയി രണ്ട് ഡോണറ്റ് മേടിച്ച്. ഡോണറ്റ് ഒരെണ്ണം മാംഗോ ഫ്ലേവർ, ഒരെണ്ണം വാനിലയുടെ കേട്ടോ. എന്തായാലും നല്ല മത്ത് പിടിക്കുന്ന സാധനമായിരുന്നു മാംഗോ കേട്ടോ. കഴിച്ചതുകൊണ്ട് പറയുകയാണെ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വൈകിട്ട് ട്രെയിനിൽ കയറി. രാത്രി 9 മണിക്കായിരുന്നു ട്രെയിന്. ഇന്ന് രാത്രി ഭക്ഷണം ഇതായിരുന്നു കേട്ടോ. ഇത് രണ്ടാമത്തെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഈ സാധനം പപ്സ് പോലത്തെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ നാട്ടിലെത്തി. ഒരു ചായയും ബിസ്ക്കറ്റും രാവിലെ കഴിച്ച്. പിന്നെ നമ്മൾ ടൗണിൽ ഇറങ്ങി. അവിടെ നിന്നൊരു ബൺസും കഴിച്ച്. ഓനൊരു മസാല ദോശയും കഴിച്ച്. അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലെ ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ കയറി നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്. അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി. പിന്നെ നമ്മളൊരു ഉച്ചക്കത്തെ ഒരു ഊണും കൂടെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം ബൈ ബൈ.